ഈ കൃത്യങ്ങൾ ചെയ്ത ആളുകളെക്കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞു തന്നു. ഇതെല്ലാം ഞാൻ പോലീസിന് ഒരു റിപ്പോർട്ട് കൈമാറും പോലെ തന്നെ കൈമാറും. ആരെയും കുറ്റപ്പെടുത്താനല്ല, ഒരു വലിയ വിഭാഗം പിള്ളേർ നശിച്ചിട്ടുണ്ട്. എൻ്റെ മോനടക്കം. മോനെയും സംരക്ഷിക്കണം, ഈ നാട്ടിലെ മറ്റു പിള്ളേരെയൊക്കെ സംരക്ഷിക്കാൻ ഈ നിമിഷം മുതൽ. ഇന്ന് എൻ്റെ കൂട്ടത്ത് മോനുണ്ടല്ലോ, അവൻ പറയുന്ന ആളുകളെ മുന്നിൽ മോശപ്പെടുത്താനല്ല, ഒരു മാറ്റത്തിന് വേണ്ടി അവനും ശ്രമിക്കട്ടെ, അവൻ്റെ കൂട്ടുകാരും ഒക്കെ മാറട്ടെ. ഈ ലഹരി എന്ന വിപത്ത് ഇവിടെ പടർന്നു പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങേയറ്റം പ്രതികൂലമാകാവുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തെ വളരെ ഗംഭീരമായിട്ടുള്ള പ്രതികരണത്തിലൂടെ ഒരു പരിധിവരെ രാഷ്ട്രീയ നേട്ടം പോലുമാകുന്ന നിലയിലേക്ക് അദ്ദേഹം കൈകാര്യം ചെയ്തു. ലക്ഷണമൊത്ത ഒരു പൊതുപ്രവർത്തകന്റെ മാതൃകയായി മാറുന്ന ഒരു വ്യക്തിയായി ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അങ്ങോട്ടേക്ക് നിറഞ്ഞു നിൽക്കുകയാണ് കേരളക്കരയിൽ. അതിൽ എൻ്റെ മോൻ എന്നുള്ള ഒരു പ്രത്യേകതയില്ല. എൻ്റെ മോൻ്റെ കൂട്ടുകാർ ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്നവരുണ്ട്. ഒരു പക്ഷേ എൻ്റെ മോനായിരിക്കും അവരെ തെറ്റിച്ചോ, അല്ലെങ്കിൽ അവനെ തെറ്റിച്ചോ, അതൊന്നുമല്ല എൻ്റെ തർക്കം. അവരെയും രക്ഷപ്പെടുത്തണം. എൻ്റെ മോനെന്ന് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇന്ന് മുതൽ ഇനി എൻ്റെ 27 വയസ്സുണ്ട്, എൻ്റെ കൂട്ടത്തുണ്ട്, ഇനി ഞാനിത് ഉപയോഗിക്കില്ല, ഇതിനെതിരെ തന്നെ ഞാൻ നിൽക്കും എന്ന് എൻ്റെ ഒരു വാക്ക് തന്നിരിക്കുന്നു. അദ്ദേഹം അത് ബുദ്ധിപൂർവ്വം ചെയ്തതായാലും, അതല്ല അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ട് ചെയ്തതായാലും, ഇതായിരുന്നു അതിന്റെ ശരി, അല്ലെങ്കിൽ ഏറ്റവും ശരിയായിട്ടുള്ള നീക്കം എന്ന് പറയുന്നത് ഇതായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇദ്ദേഹം ഒരു മാതൃകയാണ് പൊതുപ്രവർത്തകർക്ക്. ഞാനത് അധിക്ഷേപിച്ചല്ല കേട്ടോ പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ ബുദ്ധിയാണോ എന്ന് പറഞ്ഞപ്പോൾ തോന്നിയിട്ടുണ്ടാവും. എനിക്ക് തന്നെ ഒന്ന് കടിച്ചു, നാക്ക് കടിച്ചു ശരിക്കും പറഞ്ഞാൽ, അബദ്ധമായോ. കാരണം അത് ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ചില സൂചനകൾ നൽകുന്നത് തെറ്റാണെന്നുള്ള ഒരു തോന്നലിപ്പോൾ എനിക്കുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ബുദ്ധി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കൗശലം എന്നുള്ള അർത്ഥത്തിലല്ല, കുശാഗ്ര ബുദ്ധി എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. അതിനെ നല്ല അർത്ഥത്തിൽ മാത്രമേ എടുക്കാവുള്ളൂ. അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം അത്രമാത്രം മാതൃകയാക്കാവുന്ന ഒരു നീക്കമായിരുന്നു. ഒരു പൗരൻ, പിതാവ്, പൊതുപ്രവർത്തകൻ, അല്ലാതെ പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരു പൗരൻ എന്ന നിലയ്ക്കും പിതാവ് എന്ന നിലയ്ക്കും പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തെ മാതൃകയാക്കാൻ കഴിയും. നമ്മൾ സമാനമായ ഒരു സാഹചര്യം ജീവിതത്തിൽ വന്നുപെട്ട ഒരു ജനപ്രതിനിധിയെ അറിയാം, നമ്മുടെ പ്രതിഭാഹരിയെ. എത്ര മോശമായിട്ടാണ് ആ വ്യക്തി അതിനോട് പ്രതികരിച്ചത്. മകനെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതയാണ് ഏറ്റവും ക്രൂരം. അതുപോലെ ആ സ്ത്രീയുടെ ഓരോ സംസാരവും എത്ര മോശമായാണ് സംസാരിച്ചത്. പൊതുസമൂഹത്തിന് യാതൊരു വിലയും കൊടുക്കാത്തത് കൊണ്ടല്ലേ, യാതൊരു പൗരബുദ്ധിയും സാമൂഹ്യ ബോധവും ഇല്ലാത്ത ഒരു സ്ത്രീ ആയതുകൊണ്ടല്ലേ അവരങ്ങനെ പെരുമാറിയത്. അതൊരു അമ്മയുടെ വേവലാതിയൊന്നുമല്ല. ഏറ്റവും അശ്ലീലമായിട്ട് എനിക്ക് തോന്നിയത് അവർ പറഞ്ഞ ആഭാസ വർത്തമാന ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ഫോട്ടോയുടെ ചുവട്ടിലിരുന്നു കൊണ്ടാണ് ആ സ്ത്രീ ഒരു ഫേസ്ബുക്ക് ലൈവ് വന്നത്. വിവരദോഷമാണ്, അഹന്തയാണ്. മകനെ സമാനമായിട്ടുള്ള സാഹചര്യത്തിലൂടെ പിടികൂടിയപ്പോൾ ജനപ്രതിനിധിയായിട്ടുള്ള ഒരമ്മ അവർ പെരുമാറിയ വിധവും, ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള അച്ഛൻ, ഞാനിവിടെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു താരതമ്യം നടത്തുകയല്ല, പക്ഷെ പറഞ്ഞു പോവുകയാണ്. അദ്ദേഹം എത്ര ഗംഭീരമായിട്ടാണ് അത് കൈകാര്യം ചെയ്തത്, ആ വിഷയത്തെ എത്ര മാതൃകാപരമായിട്ടാണ് കൈകാര്യം ചെയ്തത്. ഇദ്ദേഹത്തെ പോലുള്ള ആളുകളാണ് പൊതുപ്രവർത്തകരാവേണ്ടതും ജനപ്രതിനിധികളാവേണ്ടതും. ഇതുപോലുള്ള മനോഭാവമുള്ള, നേരത്തെ പറഞ്ഞ പോലെ അത് അദ്ദേഹത്തിന്റെ ബുദ്ധിയാണെങ്കിൽ പോലും ഇത്തരം ബുദ്ധിയുള്ള മനുഷ്യരാണ്. ഇതിനാണ് സദ്ബുദ്ധി എന്ന് പറയുന്നത്. ഇത്തരം ബുദ്ധിയാണ് വേണ്ടത്. അത്രയും ഒന്ന് പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വാസ്തവത്തിൽ നാവും എടുത്തിങ്ങോട്ട് പോകുന്നത്. എനിക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ ഉദാരമായി അഭിനന്ദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ അഭിനന്ദനവും അദ്ദേഹത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു തോന്നൽ. കാരണം ഇത്രയും മാതൃകാപരമായി ഒരു പൊതുപ്രവർത്തകൻ അടുത്ത കാലത്തെങ്ങും ഒരു പെരുമാറ്റവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. വളരെ സന്തോഷം. പല പ്രാവശ്യവും സുഹൃത്തുക്കളോടെ ഇരിക്കുമ്പോഴും വല്ലപ്പോഴും ശകലച്ച് വല്ലപ്പോഴും ഉപയോഗിച്ച് അവരുടെ കൂടെ തന്നെയാണ് ഇങ്ങനെ ആയിപ്പോയത്. ഞാൻ മാത്രമല്ല, പലരും ഇങ്ങനെ തന്നെയാണ് പെട്ടുപോകുന്നത്. പിന്നെ ഞാൻ RSSനോടുള്ള പ്രാർത്ഥന ചെയ്തു, പക്ഷെ അത് ഇന്ന് വെട്ടിയൊരുക്കി നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറു സംസാരത്തിന് നാവുമെടുത്ത് പോകുന്നതെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു ആവോ. എനിക്കത് കൃത്യമായിട്ട് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. പറഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? പറഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ പറയുന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് കാര്യമാക്കണ്ട. അവരെ എടുത്ത് പിടിച്ചോണ്ട് പോയി. അതായത് അവര് കഞ്ചാവുമായി പിടികൂടി എന്നല്ല പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അമ്മയെയോ നിങ്ങളുടെ സഹോദരിയെയോ വല്ലതും പൊതുരംഗത്ത് വിട്ടിട്ട് നിങ്ങൾ അവരെ പറ്റി വാർത്തയിടുക.